നമസ്തേ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്ന് കേട്ടഡ് കാറ്റഗറി 4ൻ്റെ ബാക്കി 20 ക്വസ്റ്റ്യൻസാണ് ഇന്ന് നോക്കുന്നത്. ഇംഗ്ലീഷിൻ്റെ 20 ക്വസ്റ്റ്യൻസാണ് നോക്കുന്നത്. ഇന്നലെ നമ്മൾ 20 ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ട്. അതിൻ്റെ ബാക്കിയാണ് ഇന്ന് നോക്കുന്നത്. 51 മുതലാണ് വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, മേക്ക് ഹേ വൈൽ ദ സൺ ഷൈൻസ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മേക്ക് ഹേ വൈൽ ദ സൺ ഷൈൻസ്. ഇറ്റ് ഈസ് ഡാഷ്. ഉത്തരം ഓപ്ഷൻ ഡി, എ പ്രോവർബ്. എന്താണ്? ഇതൊരു പ്രോവർബാണ് അല്ലേ? ക്ലാസ് അല്ല, റിഡിലല്ല, ഇഡിയമല്ല. ഇതെന്താണ്? ഒരു പ്രോവർബാണ്. ഇംഗ്ലീഷിലെ ഒരു പ്രോവർബാണ് മേക്ക് ഹേ വൈൽ ദ സൺ ഷൈൻസ്. പ്രോവർബൊക്കെ നമ്മൾ കുറച്ചൊന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. 2, വി സോളിസിറ്റ് യുവർ എസ്റ്റീംഡ് പ്രസൻസ് ഇൻ ദ ഫംഗ്ഷൻ. ദ സെൻറ്റൻസ് എക്സ്പ്രസസ് ഡാഷ്. ഉത്തരം ഓപ്ഷൻ സി, ഇൻവിറ്റേഷൻ. നമുക്ക് വളരെ പരിചിതമാണ് ഈ സെൻറ്റൻസ് അല്ലേ? എന്താ പറയുക, വെഡ്ഡിങ് ലെറ്ററിലും എല്ലാറ്റിലും വരുന്നൊരു സെൻറ്റൻസാണിത്. 3, വി മസ്റ്റ് ഡേഷ് ദ എൽഡേഴ്സ് ഹു ആർ ഓൾഡ് ആൻഡ് വീക്ക്. ഉത്തരം ഓപ്ഷൻ ഡി, ലുക്ക് ആഫ്റ്റർ. 4, വാട്ട് വിൽ ദ എലിഫൻറ്റ് ഡു ഡാഷ്. ഉത്തരം ഓപ്ഷൻ എ, ഇഫ് ഇറ്റ് റെയിൻസ്. വാട്ട് വിൽ ദ എലിഫൻറ്റ് ഡു ഇഫ് ഇറ്റ് റെയിൻസ്. 5, ആസ് ദ ഗെയിം വെൻറ്റ് ഓൺ ഫോർ ഡാഷ് അവർ വി ലെഫ്റ്റ് ലേറ്റ്. ഉത്തരം ഏൻ വരാൻ കാരണം എന്താണ്? ഏൻ അവർ എന്ന് പറയുമ്പോൾ നമ്മളവിടെ എച്ച് എന്നുള്ള അതിൻ്റെ സൗണ്ട് നമ്മൾ ഉച്ചരിക്കുന്നില്ല. സൗണ്ട്സിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. ഏൻ അവർ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? ഓ സൗണ്ടാണ്. അപ്പം ഏൻ അവർ, അതുകൊണ്ടാണ് ഏൻ എന്ന ആർട്ടിക്കിൾ വന്നത്. 6, ദ ആക്ട് ഓഫ് റെക്കോർഡിംഗ് ഇൻഫർമേഷൻ ഇൻ റൈറ്റിംഗ് ഈസ്. ഉത്തരം ഓപ്ഷൻ ബി, ഡോക്യുമെൻറ്റേഷൻ. ആർട്ടിക്കിൾ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. സൗണ്ടിന് അനുസരിച്ചിട്ടാണ് നമ്മൾ ആർട്ടിക്കിൾ ചേർക്കേണ്ടത്. ഓക്കെ, എ ഇ ഐ ഒ യു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. 7, ദ യങ് ലീഡർ ഈസ് പോപ്പുലർ ഡാഷ് ഹിസ് ഫോളോവേഴ്സ്. ഉത്തരം ഓപ്ഷൻ എ, എമംഗ്. 8, ദ വൺ ഹു ടേക്സ് ദ പ്രൊഫഷൻ ഓഫ് റൈറ്റിംഗ് ഡിക്ഷണറീസ് ഈസ് കോൾഡ്. ഉത്തരം ഓപ്ഷൻ എ, ലെക്സിക്കോഗ്രാഫർ. 9, വിച്ച് among the following is not an auxiliary verb. ഉത്തരം ഓപ്ഷൻ ഡി, when. 10, the process of noting down major points from a written text called. ഉത്തരം ഓപ്ഷൻ എ, note making. The word opposite in meaning to happiness is. ഉത്തരം ഓപ്ഷൻ ബി, grief. 11, ഓപ്ഷൻ ബി ആണ്, ഗ്രീഫ് ആണ് ഹാപ്പിനെസ്സിൻ്റെ ഓപ്പോസിറ്റ്. ഓപ്ഷൻ ബി, ഗ്രീഫ്. എന്താണ്? ഗ്രീഫ്. ഓപ്ഷൻ ബി, ഗ്രീഫാണ്. 12, when the leader entered the hall the followers dash slogans. ഉത്തരം ഓപ്ഷൻ ബി, were shouting. were shouting ആണ്. 13, if you visit him he will help you. substitute the underlined part. ഉത്തരം ഓപ്ഷൻ എ, colon. 14, the old man still remembers the day when he first to school dash to school. ഉത്തരം ഓപ്ഷൻ എ, went to school. 15, the boy cut his finger while he dashed the pencil. ഉത്തരം ഓപ്ഷൻ ബി, was sharpening. 16, the school dash students for an educational tour next week. ഉത്തരം ഓപ്ഷൻ എ, ഈസ് ടേക്കിംഗ് ആണ് കേട്ടോ. the school is taking students for an educational tour next week. ഈസ് കണ്ടിന്യൂസ് ആണ്. ഈസ് വരുമ്പോൾ എന്താണ്? ഈസും ഐ എൻ ജി ഉണ്ടെങ്കിൽ കണ്ടിന്യൂസ് ടെൻസ്. ഓക്കെ, പ്രസൻറ്റ് കണ്ടിന്യൂസ്. ടെൻസൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കണം. സ്ട്രക്ചേഴ്സൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചറൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. 17, സെലക്ട് ദ പ്രോപ്പർ പ്രിഫിക്സ് ഫോർ ദ വേർഡ് മെറിറ്റ്. ഉത്തരം ഓപ്ഷൻ സി, ഡിമെറിറ്റ് അല്ലേ? മെറിറ്റിൻ്റെ മുമ്പിൽ നമ്മൾ എന്താണ് ചേർക്കുക? മെറിറ്റ് ഓർ ഡിമെറിറ്റ്. ഡിമെറിറ്റ്, ഡി എന്നുള്ള പ്രിഫിക്സാണ് നമ്മൾ ചേർക്കേണ്ടത്. 18, ഐ വെൻറ്റ് ഇൻ ടു ദ കിച്ചൺ ടു സീ വാട്ട് മൈ ഫാദർ ഡാഷ്. ഉത്തരം ഓപ്ഷൻ സി, ഈസ് കുക്കിംഗ്. 19, ഹീ ഡാഷ് സഫറിങ് ഫ്രം ബാഡ് ailments സിൻസ് ദ ലാസ്റ്റ് മന്ത്. ഉത്തരം ഓപ്ഷൻ സി, ഹാസ് ബീൻ. 20, ദ റെയിൻ ഹാഡ് സ്റ്റാർട്ടഡ് pouring ബിഫോർ ദ മാച്ച് ഡാഷ്. ഉത്തരം ഓപ്ഷൻ സി, എൻഡഡ്. അപ്പോൾ ഇത്രയുമാണ്
ഇന്നത്തെ നമ്മളെ 20 ക്വസ്റ്റ്യൻസ്. അങ്ങനെ നമ്മൾ 40 ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത്രയുമാണ് ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് 1 മാർക്കെങ്കിലും നിങ്ങൾക്ക് നേടാൻ സഹായകമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്നായിട്ട് പഠിക്കുക, നല്ലൊരു വിജയം കരസ്ഥമാക്കുക. അപ്പോൾ കേട്ടിട്ട് ഈ മാസം ലാസ്റ്റാണ് കേട്ടിട്ട് എക്സാം. അപ്പോൾ ഈ മാസം തന്നെ എല്ലാവർക്കും കേട്ടിട്ട് നേടാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നന്നായി പഠിക്കണം. ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് പഠിച്ചാൽ ഈസി ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടിട്ടൊക്കെ. അപ്പോൾ മലയാളം കൊടുത്തവർ മലയാളം നന്നായി പഠിക്കുക, ഇംഗ്ലീഷ് കൊടുത്തവർ ഇംഗ്ലീഷ് നന്നായി പഠിക്കുക. എല്ലാം പഠിക്കണം. പാർട്ട് 1 പഠിക്കണം, പാർട്ട് 2 പഠിക്കണം, പാർട്ട് 3 നന്നായിട്ട് പഠിക്കണം. പിന്നെ എന്താ പറയുക, പ്രിപ്പോസിഷൻ പഠിക്കണം, പ്രിഫിക്സ് പഠിക്കണം, സഫിക്സ് പഠിക്കണം, സിനോണിംസ് പഠിക്കണം, ആൻറ്റോണിംസ് പഠിക്കണം. പിന്നെ കൺജങ്ഷൻസും വരാറുണ്ട്. ഗ്രാമർ കുറച്ച് പഠിക്കണം. പിന്നെ സ്പെല്ലിങ്സൊക്കെ നമ്മൾ പഠിച്ച് വെക്കുക. പിന്നെന്താ, പാസേജ് വായിച്ചിട്ടുള്ള ആൻസേഴ്സ് നന്നായിട്ട് വായിച്ചിട്ട് ആൻസർ ചെയ്യുക. നന്നായി വായിക്കണം. എടുത്ത് ചാടി നിങ്ങൾ ഉത്തരം എഴുതാൻ പോകരുത്. ഓക്കെ, നന്നായി വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഉത്തരം എഴുതാൻ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ധന്യവാദം.